ഗസയ്ക്കെതിരെയുള്ള ഇസ്രായേൽ നരനായാട്ട് ചർച്ച ചെയ്യാനും തുടർ നടപടികൾ കൈക്കൊള്ളാനും അറബ് മുസ്ലിം രാജ്യങ്ങളുടെ മന്ത്രിതല സമിതി റിയാദിൽ യോഗം ചേർന്നു. സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ബിൻ അബ്ദുള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സൗദിക്ക് പുറമെ ജോർദാൻ, ഈജിപ്ത്, തുർക്കി വിദേശകാര്യമന്ത്രിമാരും ഖത്തർ, പലസ്തീൻ അതോറിറ്റി, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ എന്നിവയുടെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഫലസ്തീനികൾക്കെതിരായ യുദ്ധക്കുറ്റങ്ങൾക്ക് മറുപടിയായി ഇസ്രായേലിനെതിരെ ഫലപ്രദമായ ഉപരോധം ഏർപ്പെടുത്താൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാവണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യുദ്ധക്കുറ്റത്തിന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉത്തരവാദികളാക്കാൻ അന്താരാഷ്ട്ര നിയമ ഉപകരണങ്ങൾ സജീവമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുടിയേറ്റ ഭീകരത അവസാനിപ്പിക്കേണ്ടതിന്റെയും അതിനെതിരെ വ്യക്തവും ഉറച്ചതുമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും മന്ത്രിമാർ ഊന്നി പറഞ്ഞു. ഫലസ്തീനികളെ അവരുടെ പൂർവിക ദേശങ്ങളിൽ നിന്ന് കുടിയിറക്കാനുള്ള ശ്രമങ്ങൾ നിരസിച്ചുകൊണ്ട് ദ്വിരാഷ്ട്ര പരിഹാരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ ചർച്ച ചെയ്തു. 1967 ജൂൺ 4 കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി അതിർത്തിയിൽ പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുന്നതിനും പ്രസക്തമായ അന്താരാഷ്ട്ര പ്രമേയങ്ങൾക്കനുസൃതമായി ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനും യോഗം ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.